പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാലി സാമ്രാജ്യത്തെക്കുറിച്ചാണ്. മാലി സാമ്രാജ്യത്തിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മാലി സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മാലി സാമ്രാജ്യം. പടിഞ്ഞാറൻ ആഫ്രിക്കയായിരുന്നു ഈ മാലി സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം. മാത്രമല്ല, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ മാലി സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിലൊക്കെ മൻസ മൗസ എന്ന പേരിൽ അറിയപ്പെടുന്ന കങ്കൻ മൂസ എന്ന ആളായിരുന്നു ആഫ്രിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി. വലിയ സ്വർണശേഖരമുണ്ടായിരുന്ന മാലി അക്കാലത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു മാലി. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവും കൂടിയായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു. അതുകൊണ്ട് തന്നെ ഈ തിംബുക്തുവിലേക്ക് വെനീസിലെയും ഗ്രാനഡയിലെയും ജനോവയിലെയും ഒക്കെ വ്യാപാരികൾ സ്വർണവും ആനക്കൊമ്പും അന്വേഷിച്ച് അന്ന് വന്നിരുന്നു. മാത്രമല്ല, ലോകത്ത് തന്നെ ആനക്കൊമ്പിനും സ്വർണത്തിനുമൊക്കെ പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു തിംബുക്തു. അടിമക്കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു തിംബുക്തു. തിംബുക്തുയിൽ ഉണ്ടായിരുന്ന ഒരു സർവകലാശാല, ഒരു യൂണിവേഴ്സിറ്റി ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായി മാറിയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തുകയും ഈ ഒരു തിംബുക്തുവിൽ നിന്ന് പഠനം നടത്തി അവർ പുറത്തു പോവുകയും ചെയ്തിരുന്നു. കങ്കൻ മൂസ പണി കഴിപ്പിച്ച തിംബുക്തുവിലുള്ള ഗ്രേറ്റ് മോസ്ക് മധ്യകാലത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, മാലി സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്ത ഏഷ്യയിലെയും അതുപോലെ യൂറോപ്പിലെയും ഒക്കെ വിവിധ സാമ്രാജ്യങ്ങളും വിവിധ രാജ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും വലിയ ഒരു സാമ്പത്തികമായി ഉയർന്ന ഒരു പ്രദേശമായിരുന്നു മാലി സാമ്രാജ്യം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു കങ്കൻ മൂസ എന്നറിയപ്പെട്ട, യൂറോപ്യൻ രേഖകളിലൊക്കെ മൻസ മൗസ എന്നറിയപ്പെട്ട ഈ കങ്കൻ മൂസ. മാത്രമല്ല, വെനീസ് പോലെയുള്ള, ഗ്രാനഡ പോലെയുള്ള, ജനോവ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രവുമായൊക്കെ മാലിക്ക് വളരെ വലിയ ബന്ധമുണ്ടായിരുന്നു.